അങ്ങനെ നമ്മൾ മദർ തെരേസയുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. അവരുടെ ടോമും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിലാണ്, കൊൽക്കത്തയിൽ ഫസ്റ്റ് ഡേ ആണ്, സിറ്റി ടൂറിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സഫർ വിത്ത് എൻവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നുള്ളതാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ ദ മദർ ഹൗസ്. മദർ തെരേസയുടെ അവരുടെ സിസ്റ്റേഴ്സിൻ്റെയും ഹോമായിരുന്നു, അവരുടെ വീടായിരുന്നു ഇത്. അത്യാവശ്യം വലുതാണ്. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. കയറി വരുമ്പോൾ തന്നെ മദർ തെരേസയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മൾ ടോംബ് കണ്ടു വന്നു. പക്ഷേ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല. ടോംബിന്റെ അവിടെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സംസാരിക്കാനൊന്നും പറ്റിയില്ല. കയറി വരുമ്പോൾ തന്നെ മദറിന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അകത്ത് ടോമിന്റെ അകത്ത് പ്രെയർ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ മദറിന്റെ റൂം ഉണ്ടായിരുന്നു. പിന്നെ എക്സിബിഷന് വേണ്ടിയിട്ട് മദർ യൂസ് ചെയ്ത കുറേ കാര്യങ്ങൾ, കുറേ ഫോട്ടോഗ്രാഫ്സ്, കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ വേറൊരു മദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് പോവാണ്. ബസ് ഇപ്പോൾ വരും, ബസ്സിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നുള്ളതാണ് 4 നിലയിലുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ ഉണ്ട്. നമുക്ക് കയറി ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക് പോവാം. ഇന്ത്യൻ മ്യൂസിയം 5 മണി വരെ ഉള്ളൂ. അപ്പോൾ 4:30 മുമ്പ് എന്തായാലും അവിടെ എത്തണം. ഇല്ലെങ്കിൽ നമുക്ക് എൻട്രി ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. കൊൽക്കത്തയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് ഇതാണ്, യെല്ലോ ടാക്സി. പിന്നെ ഇവിടുത്തെ ബസ് നല്ല രസമാണ്, നല്ല കളർഫുൾ ആയിട്ട് നല്ല രസമാണ്. നമ്മുടെ പഴയ ട്രാമിൻ്റെ ലൈനൊക്കെ ഇവിടെ ഉണ്ട്. ട്രാം 2024 സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പം എവിടെയൊക്കെയോ ഉണ്ടെന്നാണ് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം എവിടെയെങ്കിലും കാണുവാണെങ്കിൽ പോവാം. ഇങ്ങനെ നമ്മുടെ ബസ് വിട്ടു. അടുത്തത് ഇന്ത്യൻ മ്യൂസിയമാണ്. ഇന്ത്യൻ മ്യൂസിയത്തിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബസ് കുറച്ച് ബാക്കിൽ നിർത്തി നടക്കാൻ പറഞ്ഞു. അപ്പോൾ 6 മണി വരെയാണ് മ്യൂസിയം ഉള്ളത്. അത് കഴിഞ്ഞ് നേരെ ബാക്കിൽ ന്യൂ മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഷോപ്പിങ്ങും കഴിഞ്ഞ് 8 മണിക്കാണ് നമുക്ക് തിരിച്ച് ബസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ്. ഇതാണ് മ്യൂസിയം വരുന്നുള്ളത്. നമ്മുടെ ബസ്സൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ മ്യൂസിയത്തിന്റെ അടുത്തെത്തി. ഭാരതീയ സംപ്രദായ എന്തുകൊണ്ട് ഇന്ത്യൻ മ്യൂസിയം ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ ഒരു സ്ട്രീറ്റ്, ഈ ഒരു ഏരിയ തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മള് അനീഷേട്ടൻ്റെ അവർക്ക് വിളിച്ചു നോക്കാം. ടിക്കറ്റ് കൗണ്ടർ എവിടെ ആയിരിക്കും? ടിക്കറ്റ് കൗണ്ടർ. മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് വരുന്നുള്ളത് ഒരാൾക്ക് 75 ആണ്. ഇവിടെ ഫുൾ മാർക്കറ്റാണ്. നേരെ ഇപ്പുറത്തെ ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഇവിടെ തന്നെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അരീസേട്ടനെ അവരെ ബെനിച്ചായനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ 4-ാം നമ്പർ ബസ് വന്നു. ഇതിലുണ്ട് അവർ, ബെനിച്ചായനുണ്ട്, അരീസേട്ടനുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ സ്കെൽറ്റൻ ഉണ്ട്. ഇവിടെ നമ്മുടെ എവല്യൂഷനാണ്. ഇത് ഒറാങ്ങുട്ടനാണ്. വെസ്റ്റേൺ ഗൊറില്ല. ഇതും വെസ്റ്റേൺ ഗൊറില്ല ആണ്. ഇത് എവല്യൂഷനാണ്. അവരെ കുറേ ഡയാന മങ്കി, നല്ല പേര് ഡയാന. മൂർ മങ്കി, കുറേ മങ്കീസ് ഉണ്ട്. കുറേ ബബൂൺ, മാൻഡ്രിൽ,
ഇങ്ങോട്ട് വന്നാൽ ഏഷ്യൻ ടൈപ്പിയർ ബൊവിഡെ എല്ലാം ഒറിജിനലാണ്. അതുപോലെ തന്നെ ടൈഗർ, ദെൻ ലയൺ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല. ദെൻ നമ്മുടെ സ്വന്തം ആന, ഇന്ത്യൻ എലിഫൻറ്റ്. ദെൻ ഇവിടെ വന്നാൽ റൈനോസർ. ഇവിടെ വന്നാൽ ചെറിയത് ഇന്ത്യനാണ്, രണ്ട് ഇന്ത്യൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ വന്നാൽ നല്ല ആനയുണ്ട്, എല്ലാം ഒറിജിനലാണ്. ആനയുടെ കൊമ്പൊക്കെ കണ്ടോ? ബെയറുണ്ട്, ബ്ലാക്ക് ബെയർ ഉണ്ട്, ബ്രൗൺ ബെയർ ഉണ്ട്, ലിയോപാഡ് ഉണ്ട്. ഇവിടെയും എന്തുണ്ട്? എലിഫൻറ്റ്, ആനൻ്റെ കൊമ്പുണ്ട്, തലയുണ്ട്. നാർവേലിൻ്റെ സ്കെൽറ്റനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിയർ ഇവിടെയും കുറേ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം വൈൽഡ് ബോർ. ഇവിടെ കുറേ ഉണ്ട്, ബ്ലൂ വെയിലിൻ്റെ സ്കെൽറ്റനൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം വൈൽഡ് ആസ്. ഇങ്ങോട്ട് വന്നാൽ സ്കെൽറ്റനാണ് മൊത്തം, ഇവിടെയും സ്കെൽറ്റനാണ്. ഇത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ സ്കെൽറ്റനാണ്. എൻ്റെ പല്ലൊക്കെ നോക്കിയേ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. ഉള്ളിൽ കുറേ കാണാനുണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ അത്ര കാണാനുണ്ട്. നമുക്ക് ഒരു ദിവസം മുഴുവൻ എടുത്താലോ അത്ര കാണാൻ വേണ്ടിയിട്ടുണ്ട്. മലയാളിയാണോ? അല്ല, മലയാളിയല്ല, അവർ നോക്കുന്നുണ്ടായിരുന്നു. അത്ര കാണാനുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഫോട്ടോഗ്രാഫി അലൗഡാണ്, വീഡിയോഗ്രാഫി അലൗഡ് അല്ല. ഇവിടെ എന്തോ ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ഇവിടെ എന്തോ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഡൽഹി ഗവൺമെന്റിനെതിരെയാണ്. ഷെയിം ഓൺ ഡൽഹി ഗവൺമെന്റ് എന്നാണ് പറയുന്നുള്ളത്. ഇന്ത്യൻ മ്യൂസിയത്തിൽ കുറേ കാണാൻ, കുറേ എന്ന് പറഞ്ഞാൽ അത്ര കാണാൻ വേണ്ടിയിട്ടുണ്ട്. നടന്നോ കുറേ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ത്യൻ മ്യൂസിയം. നമ്മൾ ഒരു ഹാഫ് ഡേ ഫുൾ ഡേ ഒക്കെ എടുത്താൽ അത്ര കാണാനുണ്ട്. കുറേ ഫോസിൽസും കുറേ മിനറൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോഗ്രാഫി അലൗഡ് അല്ല അകത്ത്. അതുകൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇടുന്നതായിരിക്കും. നമ്മൾ പുറത്തിറങ്ങി നമ്മളിവിടെ കുറച്ച് ചെറിയൊരു പർച്ചേസ് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കിട്ടിയോ? അങ്ങോട്ടല്ല, ചെറിയൊരു പർച്ചേസിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ പർച്ചേസ് കഴിഞ്ഞ് നേരെ ഹൗറ ബ്രിഡ്ജിൽ പോവും. പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോകും. അപ്പോൾ നമ്മൾ ബസ് പറഞ്ഞിട്ടുള്ളത് 8 മണിക്കാണ്. അപ്പോൾ നമ്മൾ വേറെ ക്യാബ് എടുത്ത് റൂമിൽ പോകാനാണ് പ്ലാൻ ഉള്ളത്. എന്താവുന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. സമയം ഇപ്പോൾ 6 മണിയായി. കൊൽക്കത്തയിലെ ഐക്കോണിക് യെല്ലോ ടാക്സീസ് ഇവിടെ കുറേ ഉണ്ട്. സമയം ഇപ്പോൾ 6 മണിയായി. ഇവിടെ സൺസെറ്റ് വേഗമാണ്. 6 മണിക്ക് തന്നെ സൺസെറ്റ് ചെയ്യും. അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. നമ്മളവിടേക്ക് ഇപ്പോൾ 7 മണിക്കാണ് സൺസെറ്റ് ഉള്ളത്. 7 മണിയല്ല, 6:45 ആ സമയത്ത്. അപ്പോൾ ഇവിടെ വേഗം ഇരുട്ടാവും. അതുപോലെ തന്നെ വേഗം സൺറൈസ് ഉണ്ട്. സൺറൈസ് 5:30 ആ ഒരു സമയത്താണ്. അപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുമെന്നുള്ളത്. നമ്മളിവിടെ മെയിൻ ഹാപ്പനിങ് പ്ലേസിലാണ് വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ്. നല്ലതെന്ന് പറഞ്ഞാൽ അത്ര നല്ല തിരക്കാണ്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. കുറേ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. റീബോക്കിനുണ്ട്, ബുക്സിനുണ്ട്, പീറ്റർ ഇംഗ്ലണ്ടുണ്ട്. നല്ല നല്ല ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സും ഉണ്ട്. ഈ മാർക്കറ്റിൻ്റെ പേര് ലിൻസെ എന്നാണ്. ലിൻസെ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബെൽറ്റ് വാങ്ങി ഈ ഒരു ഷോപ്പിൽ നിന്ന്. ബെൽറ്റ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്കിൾ സെറ്റ് ചെയ്യുന്നുണ്ട് സൈസും കാര്യങ്ങളൊക്കെ. നല്ല ബിസിയാണ്. ഇവർ പറഞ്ഞത് എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവില്ല. ഇപ്പം എന്തോ ഫെസ്റ്റിവൽ വരാൻ പോകുന്നുണ്ട്. अंकल कौन सा फेस्टिवल
ദുർഗപൂജ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്ക് എന്ന് പറയുന്നുള്ളത്. ദുർഗപൂജ 20 days ആഫ്റ്ററാണ്, കഴിഞ്ഞിട്ടാവും, അറിയില്ല. ഈ അങ്കിളാന്ന് പറഞ്ഞത്. അങ്കിൾ ബെൽറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഭയങ്കര തിരക്കാണ്. ഡൽഹിയിൽ ചാന്ദി ചൗക്ക് പോലത്തെ നല്ല തിരക്കാണ്. നമ്മൾ ഊബർ വിളിച്ച് ഹൗറാൻ്റെ അടുത്ത് വന്നതാണ്. ഹൗറ ബ്രിഡ്ജ് അവിടെ ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്നു. അതന്നെ, നമുക്ക് താഴെ അതിലിറങ്ങാൻ പറ്റും, സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഹൗറ ബ്രിഡ്ജ് എത്തി. അങ്ങ് ദൂരെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അത്ര ക്ലിയർ അല്ല രാത്രി ആയതുകൊണ്ട്. ഇതെന്ത് പോയത്? നമ്മളങ്ങനെ നടന്നിട്ട് ഹൗറാൻ്റെ മറ്റേ സീറ്റിലെത്തി. അപ്പോൾ ഊബറിൻ്റെ അവന് വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വരെ പോയി പിന്നെ കയറി നമുക്ക് കാലിക്കട്ടാണ് പോകുന്നുള്ളത്. കാലിക്കട്ട് ടെമ്പിളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് കണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നല്ലേ. അപ്പോൾ ഇതാണ് ഹൗറ ബ്രിഡ്ജ്. നമ്മളങ്ങനെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വന്ന് ഇതിലോട്ട് പോവാം. ഇവിടെ മൊത്തം സ്ട്രീറ്റ് ഫുഡ്സാണ്, കുറേ ഉണ്ട്. ഇതാണ് റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. കുറേ ഉണ്ടാകും, അങ്ങോട്ട് കുറേ ഉണ്ട്. ഇതുണ്ടോ, റെയിൽ മ്യൂസിയമാണ്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററോളം ഫുൾ റെയിൽവേൻ്റെ ഇതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നുള്ളത്. നമ്മൾ ഊബർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനെ നോക്കിയിറങ്ങിയതാണ്. ഇപ്പോൾ കുറേ നടന്ന് 1 കിലോമീറ്ററോളം നമ്മൾ നടന്ന് ഹൗറാൻ്റെ അപ്പുറത്തുനിന്ന്, ഹൗറ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെത്തി, ഈ അറ്റത്തെത്തി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്. എവിടെയുണ്ട്? നല്ല ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ മൂത്രമൊഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്ലാനും ജസ്റ്റ് ചേഞ്ച് ചെയ്തു. കാലിക്കറ്റ് ടെമ്പിളിന് പകരം ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് റെഡ് സ്ട്രീറ്റ് ആയ സോണാഗച്ചിയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ സോണാഗച്ചി ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ ബ്രോക്കേഴ്സൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 8:30 ആയതേ ഉള്ളൂ. അതുകൊണ്ട് ആരെയും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. കുറച്ചാൾക്ക് ഇങ്ങനെ ഉണ്ട്, അതല്ലാതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഏകദേശം 16,000 സെക്സ് വർക്കേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. എന്തായാലും ഇനി കൊൽക്കത്തയിൽ വരുമ്പോൾ നമുക്ക് രാത്രി ഒന്ന് കാണാം. ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റും, അകത്തുകൂടി പോകാൻ പറ്റും. മാത്രമോ എൻ്റെ കയ്യിൽ ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ വാല്യുബിൾ തിങ്സ് കുറച്ചുണ്ടോണ്ട് കുറച്ച് പേടിയായി. അതുകൊണ്ടാണ് ഇപ്പോൾ പോകാത്തത്. ഓക്കെ, നമ്മളങ്ങനെ തിരിച്ച് ഹോട്ടലിൽ പോവാന്ന്. ഏകദേശം എത്തി, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അനീഷേട്ടന് നമ്മളൊന്നിച്ച് പോയതാണ്. അനീഷേട്ടൻ നമ്മളുണ്ടായിരുന്നല്ലോ. ബെനിച്ചായന് നേരത്തെ പോയതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി, റൂമിൻ്റെ അവിടെ എത്തി.
അപ്പോൾ നേരത്തെ കണ്ട ബോയ് ആയിരുന്നു ടാക്സി ക്യാബ് ഓടിച്ചുകൊണ്ടായിരുന്നത്. നമ്മളിങ്ങനെ അവിടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായതാണ്. അപ്പോൾ ഇവർ കണ്ട് നിർത്തി. അങ്ങനെ ഫുൾ ഇവരായിരുന്നു, കുറേ വെയിറ്റ് ചെയ്ത്. അവരെൻ്റെ അവിടെ കുറേ വെയിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം അനീഷേട്ടൻ്റെ അവിടെ കൊണ്ടാക്കി, എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കി. അങ്ങനെ പോയതാണ്. കുറച്ച് കാശ് കൊടുത്ത്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വേഗം പോയി ഫ്രഷ് ആയിട്ട് കഴിക്കാം. പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ താഴെ ഫുഡ് തീരാറായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചു തരാം. നമുക്ക് കുറേ പണികൾ ബാക്കിയുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, നിസ്കരിക്കാനുണ്ട്, കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്ത് ഉറങ്ങണം. നാളെ രാവിലെ സുന്ദർബൻസിലേക്ക് പോകാമെന്ന്. അപ്പോൾ പെട്ടെന്ന് രാവിലെ 6:30 പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചു തരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്ന് നല്ല ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ പോകുന്നുള്ളത് സുന്ദർബൻസിലേക്കാണ്. ഏഷ്യയിലെ തന്നെ അല്ല, വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉള്ള സുന്ദർബൻസിലാണ്. അപ്പോൾ സുന്ദർബൻസിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.